ഇന്ദുചൂടന്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. പാലക്കാട്ടുനിന്ന് ആലോചന നിനക്ക് ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാ മതി. ഒന്ന് ചുമ്മാ ഇരിയമ്മേ. എന്താ പറഞ്ഞ കൊല്ലോ? എന്നാ നിങ്ങൾ കൊല്ലട്ടെ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. മര്യാദക്ക് കെട്ടിച്ചു തന്നാ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ ചാടിപ്പോവും. ഷുവറാ. അമ്മ വാ കുട്ടി, അനർത്ഥം വിളിച്ചു വരുത്തല്ലേ. ആ ആലോചന ഞാൻ കേട്ടോ ഉറപ്പിക്കാവുന്ന തീരുമാനിച്ചിരിക്കണേ. കുട്ടി കേൾക്കണുണ്ടോ? വേണ്ട. എന്താ എന്താടേ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാ മതി. കൊറേ ആയി നിന്റെ ഇഷ്ടം നോക്കിയിരിക്കും ഇവിടെ എല്ലാവരും. ഇനി അത് വേണ്ട. വേണം. ഇത് എന്റെ മാരേജിന്റെ കാര്യമല്ലേ, അപ്പൊ എന്റെ അഭിപ്രായം കൂടി നോക്കണം. എനിക്കൊരാളെ ഇഷ്ടം. ഞാൻ എന്താണോ രാമകൃഷ്ണ പറഞ്ഞത്? ഏതോ അടിയോ അസത്തെ ആരടിയവൻ? ആ ഇത് തന്നെയാ ആള്. ഇനിയൊക്കെ നേരിട്ട് ചോദിച്ചോളൂ. എന്താ ഇത്? അതന്വേഷിക്കാൻ തന്നെ ആരപ്പം കൊണ്ട് വിളിച്ചത്? താൻ മിണ്ടരുത്. താൻ മിണ്ടണമെങ്കിൽ ഞാൻ പറയാം. ഇതാ നോക്ക് ഇന്ദുചൂടാ, പഴയ കണക്ക് വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്ക് നിന്നിട്ട് വേണം, അല്ലാതെ വീട്ടിലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടല്ല. വലവീശി പിടിക്കാൻ നിന്റെ പെങ്ങൾ ആര്? ജലകന്യകയോ? മോനെ ദിനേശ, ഈ വീട്ടിൽ ജനിച്ചു പോയി എന്നൊരു കുറവേ ഈ കുട്ടിക്കുള്ളൂ. അത് ഞാനങ്ങ് സഹിക്കും. എന്നിട്ട് ചിലപ്പോ ഞാൻ ഇവിടെ ആയിരിക്കും കെട്ടാൻ പോകുന്നത്. അതിപ്പോ ഞാനല്ല അവളും കൂടെ അങ്ങ് വിചാരിച്ചാ പിന്നെ മനുഷ്യരെ അധികാരി വിചാരിച്ചാലും അതങ്ങ് നടക്കും. അത് സംഭവിച്ചിരിക്കും. ഒന്ന് കുഴിച്ചു മുടിഞ്ഞ ഇയാൾ ആര്? ഈദി അമീനോ? വെറുതെ വയസ്സുകാലത്ത് എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുതേ ഭാവി അമ്മായിയപ്പ. ഇനി ഇവിടെ ആരെങ്കിലും തൊട്ടെന്ന് അറിഞ്ഞാൽ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ദിനേശ. അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അമ്മ ക്ഷമിക്കണം. ഇങ്ങനെയൊന്നുമല്ല ഒരു വീട്ടിൽ കയറി വന്ന് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവര്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാക്കസ്തേ. യോ യോ യോ